ഹായ് ഹലോ എല്ലാവർക്കും രഞ്ജു അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ വ്ളോഗാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് നൈറ്റും ഡേയും പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോക്കും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം നമ്മുടെ ക്രിസ്മസ് ദിവസത്തിൻ്റെ തലേന്നാൾ നമ്മൾ ലൈറ്റൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് രാത്രി നൈറ്റ് വ്യൂ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പുതിയ അന്ന് ബ്രോഡ്വേയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചല്ല, ആ സ്റ്റാറാണ് കേട്ടോ. അത് ഒരു 25ലധികം വെറൈറ്റി ഓഫ് ലൈറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ കത്തിച്ച് കാണിച്ച് അവിടുത്തെ ചേട്ടന്മാർ കാണിച്ച് തന്നായിരുന്നു, എന്നിട്ടാണ് നമ്മളത് എടുത്തത്. പക്ഷേ നമ്മൾ ഫോണിൽ പകർത്താൻ നോക്കിയിട്ട് അതിൻ്റെ ഭംഗി വരുന്നില്ല, അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ നമുക്കത് വിസിബിളായിട്ട് തോന്നുന്നില്ല. പക്ഷേ റിയലായിട്ട് കാണാനായിട്ട് അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് സൺസൈഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തോരണം പോലെ മറ്റേ നമ്മുടെ സീരിയസ് സെറ്റിൽ അതൊക്കെ ഇട്ടേക്കാനായിട്ട്. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ സെറ്റപ്പ്. നമ്മൾ കൂട്ടിയ പുൽക്കൂടാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും, അതായത് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഉണ്ണീശോനെ വെക്കാൻ പോണേന്. ഉണ്ണീശോനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കാണിക്കണത്. മൂത്താക്ക് വയ്യാണ്ടായിപ്പോയിട്ടോ. ആൾക്ക് ചെറുതായിട്ട് പനിയും പിന്നെ അതുപോലെ ചുമയൊക്കെ ഭയങ്കരമായിട്ട് കഫക്കെട്ടൊക്കെ കൂടി പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഇപ്പോൾ രാത്രി പാതിരാക്കുറാനൊക്കെ പോകണമെന്ന് ആശിച്ചിരിക്കണമായിരുന്നു ആൾ. അപ്പോൾ അപ്പനോടൊക്കെ പറഞ്ഞ് സമ്മതിച്ചൊക്കെ വെച്ചേക്കണമായിരുന്നു. പക്ഷേ മഞ്ഞൊക്കെ അല്ലേ ഇപ്പോൾ. ഒന്നാമത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് പറഞ്ഞ് രാവിലത്തെ കുർബാനൊക്കെ പോകാം, 7 മണിക്കത്തെ കുർബാനൊക്കെ പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണതാണ്. അപ്പോൾ കാരണം മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നേരത്തെ കിടന്നായിരുന്നു. പിള്ളേരും ഹസ്ബൻഡും ഒക്കെ കിടന്നായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നില്ലായിരുന്നു. ഹസ്ബൻഡാണ് എല്ലാ പ്രാവശ്യവും വെക്കാറുള്ളത്, ഉണ്ണീശോനെ പുൽക്കൂട്ടിലോട്ട് വെക്കാറുള്ളത് പതിവായിട്ടും. അപ്പോൾ മക്കളെ കൂടി കിടന്ന് പുള്ളിയും ഉറങ്ങിപ്പോയപ്പോൾ ഞാൻ വിളിച്ചതിന് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെയാണ് ഉണ്ണീശോനെ ഇപ്രാവശ്യം വെച്ചത്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പുൽക്കൂടിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ പുൽക്കൂട്ടിൽ നമ്മൾ ആ പോണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു കുളം പോലെ ചിരട്ടയൊക്കെ വെച്ചിട്ട് അതൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. വഴിയായിട്ട് നമ്മളത് പറഞ്ഞ പോലെ വെള്ളാരങ്കല്ല്, നമ്മുടെ വൈറ്റ് പെബിൾസൊക്കെയാണ് ഇട്ടേക്കണം. നമ്മുടെ തേന ചെറുതായിട്ട് പച്ചമുളക് വന്നിട്ടുണ്ട്, നേരിയതാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം പോലെ പുല്ലങ്ങോട്ട് ആർത്ത് വന്നിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, പരീക്ഷയൊക്കെ കാരണം. പിന്നെ നമ്മൾ പാറക്കല്ലൊക്കെ നമ്മൾ ബ്ലാക്ക് കളറിൽ ബോണ്ട് പേപ്പറും പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് പേപ്പറും ഒക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് നമ്മൾ പാറക്കല്ല് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോട്ടൺ വെച്ചിട്ട് മഞ്ഞുതുള്ളി പോലെ അങ്ങനെയൊക്കെ ആക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വീട് പോലെ. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഉണ്ടിട്ടാണ്. നേരത്തെ ഇപ്രാവശ്യം ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല. പിന്നെ അതുപോലെ സമ്മാനപ്പൊതികൾ, അതും പഴയ കാലി ബോക്സസ് എടുത്തിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ പേപ്പറൊക്കെ എടുത്ത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചേക്കണം. ക്രിസ്മസ് ട്രീയുടെ താഴെയായിട്ട് ബലൂണും ക്രിസ്മസ് ഗിഫ്റ്റും ഒക്കെയാണ് നമ്മളങ്ങനെ വെച്ച് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് മോർണിംഗ് ആണ്, രാവിലെ ഞങ്ങൾ പള്ളിയിലത്തേക്ക് കഴിഞ്ഞ് വന്നേക്കുന്നത് കാണുന്നത്. അതിൻ്റെ വ്യൂസാണ് കേട്ടോ. ഇത് രാവിലത്തെ നമ്മൾ രാത്രി കണ്ടത് തന്നെ. രാവിലെ നമ്മൾ പറഞ്ഞില്ലേ സീരിയസ് സെറ്റ് നമ്മൾ സൺസൈഡിൽ നിന്നിട്ടത്. ഇത് ഞങ്ങളുടെ അവകാഡോ മരമാണ് കേട്ടോ. അവകാഡോയിലാണ് ഈ ഇതൊക്കെ വിട്ടേക്കണത്, നമ്മൾ ഈ തോരണങ്ങളൊക്കെ എല്ലാം വിട്ടേക്കണത്. അപ്പോൾ ഇത് പുൽക്കൂടിൻ്റെ ഇത് രാവിലത്തെ ഇതാണ്. ആളിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി വരുന്നുണ്ട്. നല്ല ഒട്ടും വയ്യായിരുന്നല്ലോ ഒക്കെ. അപ്പോൾ രാവിലെ പള്ളിയത്തേക്ക് കഴിഞ്ഞ് വന്ന് 7 മണിക്കായിരുന്നു കേട്ടോ കുർബാന. രാത്രി 11:30 പാതിര കുർബാന. പക്ഷെ അതിന് പോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്. 7 മണിക്കത്തെ കുർബാനൊക്കെ പോയിട്ട് ഉണ്ണീശനെയൊക്കെ മുത്തി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അവൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഇത് ഞങ്ങളുടെ അവകാഡോ മരമാണ് കേട്ടോ. അവകാഡോവും പിന്നെ ഒരു തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ആത്തച്ചക്കയുണ്ട്. ആത്തച്ചക്കയിൽ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം അവകാഡോ ഇതൊരു പൂത്തിട്ടില്ല. എവലൂട്ടാ ഈ ചേട്ടൻ എടുത്തേക്കണേന്നാ
കണ്ടു നോക്കി പിടിച്ചോ. ശരിയാണില്ലേ? പോഷക ശരിയാണില്ലല്ലേ? കട്ട് ചെയ്യാനാ ചേട്ടനോട് പിടിക്കാൻ പറ. Happy New Year. Tidings to you and all of your kin. The tidings of Christmas. Happy New Year. No. Happy Christmas. Happy Christmas. Thank you. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള താളിപ്പാണ് കേട്ടോ. പിന്നെ അപ്പവും സ്റ്റൂവാണ്. ഞാൻ പള്ളിയിൽ പോണതിന് മുമ്പ് അപ്പത്തിനൊക്കെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റൂ ഒന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കൂട്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ മേരി ക്രിസ്മസ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.